friends, welcome back to Virtual Teaching. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ 9th സ്റ്റാൻഡേർഡിലെ ജോഗ്രഫി ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നോക്കാൻ പോണേ. ഇതിന് മുന്നത്തെ ഉള്ള പോർഷൻസ് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക്കാണ് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. പോയിന്റ് നോക്കാം. During summer, high temperature prevails over the land compared to the sea. അപ്പോൾ സമ്മർ ടൈം ചൂട് കാലത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഹയർ ടെമ്പറേച്ചർ എപ്പോഴും എവിടെയായിരിക്കും? ലാൻഡിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. സീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, കടലിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ടെമ്പറേച്ചർ കാണാൻ പറ്റുന്നത് ലാൻഡിലായിരിക്കും. ആൻഡ് ഡ്യൂറിങ് വിൻ്റർ ദ കണ്ടീഷൻ ഈസ് റിവേഴ്സ്ഡ്. നമ്മൾ നേരെ മറിച്ച് വിൻ്റർ സീസണിൽ നോക്കുകയാണെങ്കിൽ നേരെ റിവേഴ്സ് ആയിരിക്കും. സീയിലായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുക, ലാൻഡിലാണെങ്കിൽ കുറവ് ടെമ്പറേച്ചറൊക്കെ ഉണ്ടാവുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് റീസൺ ഫോർ ബെൻഡിങ് ഓഫ് ഐസോടോംസ്. എന്തായിരിക്കും ഐസോടോം ബെൻഡ് ചെയ്യാനുള്ള റീസൺ നോക്കാം. ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിൻ്റെയും കരയുടെയും ഈ രണ്ടിൻ്റെയും എന്താണ് ഹീറ്റിംഗ് ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് റീസൺ ഫോർ ബെൻഡിങ് ഓഫ് ഐസോടോംസ്. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ടെമ്പറേച്ചറൊക്കെ മാറി മറിയുമ്പോൾ, അവിടെ ചേഞ്ച് സംഭവിക്കുമ്പോൾ എന്തൊക്കെ അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഫിനോമിനയാണ് ഉണ്ടാവണമെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാവും. രണ്ടാമത് വിൻഡ്, മൂന്നാമത്തത് ക്ലൗഡ്, നാലാമത് പ്രസിപ്പിറ്റേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ഹ്യൂമിഡിറ്റി. എന്താ ഹ്യൂമിഡിറ്റി? ദ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളത്തിൻ്റെ അംശത്തിനെ അല്ലെങ്കിൽ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ വാട്ടർ കണ്ടന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് ഹ്യൂമിഡിറ്റി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഹ്യൂമിഡിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നാണ്. 4 ഫാക്ടേഴ്സാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെയാണ് ടെമ്പറേച്ചർ, രണ്ടാമത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, മൂന്നാമത്തത് റെയിൻഫോൾ ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് വിൻഡ്. അപ്പോൾ 4 ഫാക്ടേഴ്സ് ഉള്ള ഏതൊക്കെയാണ്? ഒന്നാമത്തെ ടെമ്പറേച്ചർ, രണ്ടാമത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, മൂന്നാമത്തത് റെയിൻഫോൾ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് വിൻഡ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. എന്താ നോക്കാം. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തോരം എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട് അതിൻ്റെ ആക്ച്വൽ എമൗണ്ടിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് മെഷർ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് എങ്ങനെയാണ്? ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ്. ആ അറ്റ്മോസ്ഫിയറിൽ എന്തോരം വാട്ടർ വേപ്പർ ഉണ്ടോ പെർ എന്ത് വെച്ചിട്ടാണ്? ക്യൂബിക് മീറ്റർ വോളിയം ഓഫ് എയർ. അങ്ങനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡ്യൂ പോയിന്റ്. എന്താ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അറ്റ് വിച്ച് കണ്ടൻസേഷൻ ബിഗിൻസ് ഈസ് കോൾഡ് ഡ്യൂ പോയിന്റ്. അപ്പോൾ ഏത് ടെമ്പറേച്ചറിൽ വച്ചാണോ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്യൂ പോയിന്റ് എന്ന് വിളിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. The ratio between the amount of water vapor present in the atmosphere and the total water holding capacity of the atmosphere at a given temperature is called relative humidity. അപ്പോൾ എന്താണ്? ദ റേഷ്യോ ബിറ്റ്വീൻ. അപ്പോൾ 2 കാര്യങ്ങളുടെ റേഷ്യോ അറ്റ് ഗീവൺ ടെമ്പറേച്ചറാണ്. ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിൽ എന്തോരം വാട്ടർ വേപ്പർ ഉണ്ടോ അതിൻ്റെയും ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എത്രയാണ് അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ. അത് തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ റേഷ്യോ ബിറ്റ്വീൻ എന്തിൻ്റെയൊക്കെയാണ്? ദ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ ഗീവൺ ടെമ്പറേച്ചർ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ ഇക്വേഷനാണ്. ഇക്വേഷൻ നോക്കാം. ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ. എന്താണ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? നമ്മൾ നേരത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഞാൻ ഒന്നുകൂടി പറയാം. എന്താണ്? ആക്ച്വൽ എമൗണ്ട് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്തോരം വെള്ളമുണ്ടോ അതിൻ്റെ ആക്ച്വൽ എമൗണ്ടിനാണ് നമ്മൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന്
പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എത്രയാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടുന്നത്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻ്റിൻ്റെ പേരാണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. അപ്പോൾ വെറ്റ് ആൻഡ് ഡ്രൈ തെർമോമീറ്റർ, ബൾബ് തെർമോമീറ്റർ വെച്ചാണ് എന്ത് നമ്മൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. അപ്പോൾ കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഒന്നാമത്തെ ഫ്രോസ്റ്റ്, രണ്ടാമത്തെ ക്ലൗഡ്, മൂന്നാമത്തെ മിസ്റ്റ് ഓഫ് ഫോഗ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡ്യൂ. ഒന്നാമത്തെയാണ് ഡ്യൂ. എന്താ ഡ്യൂ എന്ന് നോക്കാം. നമ്മൾ ഈ രാവിലെ കെണിറ്റ് നോക്കുമ്പോൾ ഈ മഞ്ഞ് കാലത്തൊക്കെ ഈ ഇലകളുടെ മേത്ത് ചെറിയ ചെറിയ തുള്ളികൾ കാണാൻ സാധിക്കും. ആ സംഭവത്തിനാണ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. We might have noticed that water droplets cling on the blades of grass and leaves early in the morning. അതാണ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാവിലെ എനിക്കിപ്പോൾ നമുക്കിങ്ങനെ വെള്ളത്തുള്ളികൾ കാണാൻ സാധിക്കും ഈ ചെടികളിലും ഇലകളിലൊക്കെ. ആ സംഭവത്തിലാണ് ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ ഫോം ഓഫ് കണ്ടൻസേഷൻ. നെക്സ്റ്റ് ആണ് ഫ്രോസ്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ വെള്ളത്തുള്ളികളാണ് കാണുന്നതെന്ന് പറഞ്ഞു, ഈ ഗ്രാസ്മേൻ ലീവ്സിലൊക്കെ. എന്നാൽ ഫ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ വെള്ളത്തുള്ളികളുടെ പകരം അവിടെ കാണാൻ സാധിക്കുന്നത് ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഡ്യൂ ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആർ ഫോംഡ് ഇൻ സച്ച് പ്ലേസസ്. അതിനാണ് നമ്മൾ ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഫോം ഓഫ് കണ്ടൻസേഷൻ ഈസ് കോൾഡ് ഫ്രോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫോഗ് ഓർ മിസ്റ്റ്. ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റ്, ഈ രണ്ട് ടേംസ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഡൽഹിയിലൊക്കെ വയ്ക്കും. അവിടെ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം അവർക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് ഒട്ടും വിസിബിൾ ആവില്ല എന്ന് പറയും. അതിനെന്താ കാരണം നോക്കാം. നമ്മുടെ ഈ റിസൾട്ട് ഓഫ് കണ്ടൻസേഷൻ അറൗണ്ട് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ. ഫോഗ് അല്ലെങ്കിൽ മിസ്റ്റ് ഉണ്ടാകാൻ കാരണം എന്താണ്? കണ്ടൻസേഷൻ സംഭവിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയി മിക്സ്ഡപ്പ് ആയി ലോവർ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഫോഗ് ഓർ മിസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫോഗും മിസ്റ്റും ഈ രണ്ട് ടേംസും ഡിഫറെൻ്റ് ആണ്. എന്ന ഡിഫറൻസ് നോക്കാം. ഇഫ് ദ റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഈസ് ലെസ് ദാൻ 1 കിലോമീറ്റർ, ഇതിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ലെസ് ദാൻ 1 കിലോമീറ്റർ ആണെങ്കിൽ അതിന് ഫോഗ് എന്ന് വിളിക്കും. ആൻഡ് ഇഫ് ദ റേഞ്ച് ഓഫ് വിസിബിലിറ്റി ഈസ് മോർ ദാൻ 1 കിലോമീറ്റർ, ഇതിൻ്റെ റേഞ്ച് ഓഫ് വിസിബിലിറ്റി എന്താണ്? മോർ ദാൻ 1 കിലോമീറ്റർ ആണെങ്കിൽ ഇതിനെ നമ്മൾ മിസ്റ്റ് എന്നും വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്ലൗഡ്സ്. എന്താണ് ക്ലൗഡ്സ് നോക്കാം. The condensation of water vapor around the fine dust particles in the atmosphere. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അതിന് ചുറ്റും നമ്മുടെ വാട്ടർ വേപ്പറിൻ്റെ കണ്ടൻസേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലൗഡ്സ് എന്ന് വിളിച്ചിട്ടുള്ളത്. ദ കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് കോൾഡ് ക്ലൗഡ്സ് ആൻഡ് ദെയർ ആർ 4 ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് പ്രസിപ്പിറ്റേഷൻ. എന്താണ് പ്രസിപ്പിറ്റേഷൻ നോക്കാം. ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഗെറ്റ് റിലീസ്ഡ് ഫ്രം ദ ക്ലൗഡ്സ് ആൻഡ് ഫോൾ ഓൺ ദ എർത്ത് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ക്ലൗഡിൽ നിന്ന് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എല്ലാം താഴത്തേക്ക് നമ്മുടെ എർത്തിലേക്ക് വീഴാണ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ 2 ടൈപ്സ് ആണുള്ളത്. ഒന്നാമത്തെ റെയിൻഫോൾ, രണ്ടാമത്തെ ഹെയിൽ സ്റ്റോൺസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെക്ഷനിലൂടെ ഈ ചാപ്റ്ററിലൂടെ കംപ്ലീറ്റ് ആവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, അതിന് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നിങ്ങൾ ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ഫർദർ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ബൈ.